ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗപ്പീൻ്റെ ഒരു സെറ്റപ്പ് കാണിച്ചു തരാം. അതായത് വലിയ സെറ്റപ്പൊന്നുമല്ല, എന്നാലും ഒരു ചെറിയൊരു എന്താ പറയുക, ഗപ്പീനെ വളർത്താനുള്ളൊരു ആശ കൊണ്ട് ചെറിയൊരു സെറ്റപ്പിൽ തുടങ്ങിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഗപ്പി വളർത്തലിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഫുഡ് കാണിച്ചു തരാം. അതായത് ഇതിന് കൊടുക്കുന്ന പെല്ലറ്റ്സ് കാണിച്ചു തരാം. ഈ ഓയിസിൻ്റെ ആർട്ടീമിയ ഫ്ലേക്സ്, ഇത് മൈക്രോ പെല്ലറ്റ്, ഇതിൽ പ്രിൻസ് മീൻ, പിന്നെ നാച്ചുറൽ ഫ്രീസ് ഡാഫിനിയ കൊടുക്കുന്നുണ്ട്. പിന്നെ ആർട്ടീമിയ ഹാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ മൊയിന കൊടുക്കണ്ടായിരുന്നു. മൊയിന കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മൊയിന കൊടുക്കും. പിന്നെ ഇടയ്ക്ക് 4 നേരം ഫുഡാണ് ഇവർക്ക്. ഒരു നേരം ഇത്, ഒരു നേരം ഈ ഫുഡ് പ്രിൻസ്മീന്. ഇതങ്ങനെ കൊടുക്കല്ലേ, ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കും. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. അപ്പോൾ കൂടുതലും കൊടുക്കൽ ഇത് രണ്ടുമാണ്. പിന്നെ അത് കൊടുക്കും, ആർട്ടീമിയ ചെയ്യുന്നുണ്ട്, അത് കൊടുക്കും ഇടയ്ക്ക്. പിന്നെ അപ്പം എൻ്റെ അടുത്തുള്ള ഇതുണ്ട്, ഈ ഒരു വെറൈറ്റി ഉണ്ട്, അതായത് പ്ലാറ്റിനം റെഡ് ഉണ്ട്. ഇത് അൽബിനോക്കോയിൻ്റെ കുട്ടികളാണ്. അതുപോലെ തന്നെ ഇതും അൽബിനോക്കോയിൻ്റെ കുട്ടികൾ. പിന്നെ ഇതിലാണ് അൽബിനോക്കോയിൻ്റെ കുറച്ച് എന്താ പറയുക മെയിൽസ് ഉണ്ട്. അതായത് ഞാനിപ്പം ഇതിലാണെങ്കിൽ തന്നെ മെയിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ നോക്കിയാൽ കാണാം, ഇതിൽ ചില്ലി മൊസൈക്ക് ഉണ്ട് 2 കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് കടല കൊടുത്ത് സീലാക്കി. ഇപ്പോൾ 2 ചില്ലി മൊസൈക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള പ്ലാറ്റിനം റെഡും ഇപ്പോൾ സെയിലുണ്ട്. അപ്പം ഇതിലുണ്ട് അൽബിനോ പോയി, ഇതിലുണ്ട്. കാണാൻ പറ്റുമ്പോൾ എനിക്കറിയില്ല. അൽബിനോക്കോവിൻ്റെ ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൽബിനോക്കോവിൻ്റെ തന്നെ റെഡിയർ ഈ അടുത്ത് തന്നെ വരുന്നതാണ്. കാരണം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫാമിൽ നിന്ന്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫാമാണ്. അപ്പോൾ അവിടുന്ന് അവൻ ഗിരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ എന്തായാലും അത് എത്തും. അപ്പം അതിൻ്റെ വീഡിയോയും ആ വരുന്നതിൻ്റെ പാക്കിങ്ങും പിന്നെ അതുപോലെ തന്നെ വന്നിട്ടുള്ളതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ഈ ഒരു ചാനലിൽ പറയുന്നതാണ്, എന്തായാലും ഇടും. അപ്പോൾ അതിൻ്റെതും പിന്നെ അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ എന്നെ കിട്ടുന്നതിനെക്കാട്ടിലും ഒരു 50% കുറച്ച്, അതായത് ആ ഒരു രീതിയിൽ ഞാൻ തരാം. വലിയ പൈസയ്ക്കൊന്നുമില്ല. കാരണം എനിക്കറിയാം, അതായത് ഇതിനെ വളർത്താനും ഒരാൾക്കാർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിന് നല്ല, പ്രത്യേകിച്ച് റെഡിയർ കോഴിക്കൊക്കെ നല്ല പൈസ ആയതുകൊണ്ട് എന്താ പറയുക, ആൾക്കാർക്ക് പറ്റുന്നവരുണ്ടാവും, പക്ഷെ പറ്റാൻ അതായത് ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ ഓരെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അതിനൊരു എന്താ പറയുക, അതിനൊരു ആ ഒരു റേഞ്ച് പറയാം. അപ്പം അതിന് എത്രയാണെന്ന് പറഞ്ഞില്ല. അപ്പം അതനുസരിച്ച് ഞാൻ പറയാം. ഒരു 200-250 റേഞ്ചിൽ പേരിൽ ഞാൻ തരാം. അപ്പം അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ സെയിലുണ്ട്. ഇപ്പോൾ ആകെ ഇതാണ് കൊടുക്കാനുള്ളത്. ഇതിൽ ചില്ലി മൊസൈക്ക് ഇപ്പോൾ കൊടുക്കാറില്ല, കാരണം അതിപ്പോൾ 2 പീസാണ്. ബാക്കി പ്ലാറ്റിനം റെഡ് കൊടുക്കാറുണ്ട്. പ്ലാറ്റിനം റെഡ് നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. മനസ്സിലാം. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിലുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം, ഇതിലാണ് ഫുള്ള് ഫീമെയിൽസ് ഉള്ളത്. അതായത് ഈ റെഡ് കാണാൻ ഇത് കണ്ടോ, അതായത് പ്ലാറ്റിനം റെഡിൻ്റെതും അതുപോലെ തന്നെ ചില്ലി മൊസൈക്കിൻ്റെതും അതുപോലെ തന്നെ അൽബിനോക്കോയിൻ്റെ ഫീമെയിലാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഫീമെയിലും ഉള്ള ഇതിലുണ്ട്.
പരിമിതി ഉണ്ട്, കുറച്ച് ഇതേ ഉള്ളൂ. അപ്പം എല്ലാത്തിനും കൂടി ഈ മെയിനും ഫീമെയിലും കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ആകെ ഇതാവും. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇതിൽ ഫുള്ള് ഫീമെയിൽ, അതായത് എല്ലാത്തിൻ്റെ ഫീമെയിൽ ഇതിലുണ്ട്. അപ്പം ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കണ്ടു, അവിടെ ഞാനൊരു ചെറിയ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് പോലെ